ഞാനെന്താ പുറത്ത്? അല്ലാ, പുറത്തിപ്പോ ഞാൻ ഇന്നെ പോലെ ഒരാളെയാണല്ലോ കണ്ടത്. അതിപ്പോ എങ്ങനെ? എനിക്ക് വെറുതെ തോന്നിയതാണോ? ഒന്നും കൂടി നോക്കിയാലോ? പേടിയാവണ. ഞാൻ തന്നെ. അപ്പൊ ഈ നിക്കണതില്ല ഞാന്. അതെങ്ങനെ? അല്ലെങ്കി പേടിയാവണ. ഇക്കെവിടെ? അപ്പൊ ഇയാളല്ലേ ജോലി? ഇതെന്തൊക്കെയാണ്? ശരിക്കും പേടിയാണ്. ശരിക്കും ഈ വീട്ടില് പ്രേതമുണ്ടോ? എനിക്ക് പേടിയാണ്. എന്താ ചെയ്യാ? എന്താ ഇവിടെ ഒരു സൗണ്ട്? ഇവിടെ ഞാൻ എന്തോ കണ്ടു. ഇവിടെ ആരാ ജനൽ തുറന്നേ? അത് ഞാന് അവിടുന്ന് എന്തോ ഒച്ച കേട്ടപ്പോ ഞാന് അറിയാണ്ട് തുറന്നേണ്. കൊറേ നേരമായി അവിടുന്ന് ഒരു ഒച്ച കേക്കണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ആ ജനൽ 12 മണിക്ക് ശേഷം തുറക്കരുതെന്ന്. ഞാനത് തുറക്കണമെന്ന് കരുതിയതൊന്നല്ല. നല്ല ശബ്ദം കേട്ടു, അതുകൊണ്ട് തുറന്നു പോയതാണ്. ആ ശബ്ദത്തിന്റെ ഇടയില് എന്നോട് ഞാൻ പറഞ്ഞതല്ല ആ ജനൽ തുറക്കരുത്, പല സൗണ്ടും പുറത്തുനിന്ന് ഉണ്ടാവുന്നു. ജിന്നനെ ഞാൻ ധിക്കരിക്കാൻ തുടങ്ങിയില്ലേ? ഞങ്ങള് ധിക്കരിച്ചതൊന്നല്ല. അവിടുന്ന് നല്ല ശബ്ദം കേട്ടപ്പോ ഞാൻ നോക്കിയതാണ്. എന്നിട്ട് ജനൽ തുറന്നിട്ട് എന്താ അവിടെ കണ്ടത്? ഞാൻ ഇന്നെ തന്നെ അവിടെ പുറത്ത് കണ്ടു. അത് മാത്രല്ല, നിങ്ങളെ ഞാൻ പുറത്ത് കണ്ടു. അങ്ങനൊന്നുമില്ല, അതൊക്കെ എനിക്ക് വെറുതെ തോന്നിയതാക്കരം. അതിനെ പറ്റി എന്നെ ആലോചിച്ച് കടന്നോണ്ട് തോന്നിയതാക്കരം. അല്ല, ഞാൻ സത്യം പറയണ. ആദ്യം ഞാൻ ഇന്നെ പോലെ ഒരാളെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോ നിങ്ങളെ പോലെ ഒരാളെ ഞാൻ കണ്ടു. ഇതൊക്കെ എന്റെ വെറും തോന്നലാണ് ജസ്ലി, അവിടെ ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ വീട്ടില് പ്രേതമുണ്ടോ? എന്നെ കൊണ്ട് വെക്കില്ല ഇനി ഈ വീട്ടിൽ നിൽക്കാൻ. ഈ നാട്ടുകാരന്മാർ ഇജ്ജു അത് വിശ്വസിച്ചോ? ഈ വീട്ടില് പ്രേതം മണ്ണാങ്കട്ടയൊന്നുമില്ല. അതൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഓരോ കഥയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല. നിങ്ങൾ സത്യം പറ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത? ഇവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല. നിങ്ങൾ തന്നെ വീട്ടിൽ നിന്നോളെ. ഞാൻ എന്റെ വീട്ടിൽ പോയി. അതിപ്പോ എങ്ങനെ കൊയിനാടി ഒറ്റക്ക്? ഇനിയെങ്കിലും ഒന്ന് എന്നോട് പറ, എന്താ ഈ വീടിനില്ല പ്രശ്നം? ഈ പെരക്ക് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇപ്പൊ കടക്ക്, ഞാൻ രാവിലെ ഒക്കെ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒപ്പം കടന്നോണ്ട് കടന്നോ.